Welcome. Today's topic is video editing community tutorial. No time wasting. Let's start the topic. I'm video editing learn in 6 and 7 months. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് ഞാൻ കുറെ അത് കാണും കുറെ ഇത് കാണും കുറെ മറ്റൊരു വേ ആയിരുന്നു എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യും. എക്സാമ്പിൾ ഞങ്ങൾക്ക് പ്രീമിയർ പ്രോം അടുത്ത ദിവസം ഡാഷ് അടുത്ത ദിവസം ക്യാപ്കട്ട് കുറെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ എഡിറ്റർ റിലേറ്റഡ് ആയിട്ട് 5 ബ്ലൂ പ്രിന്റ്സ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എടുക്കാൻ പോകുന്നത്. അതായത് ആസ് എ ബിഗിനർ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബേഴ്സിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ടൈം വേസ്റ്റ് ചെയ്യാം. അത്ര ഒരു 7 months 6 months ടൈം വേസ്റ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞതാണ്. പക്ഷേ കുറേ മാസം ഞാൻ അതിനായിട്ട് ടൈം വേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വരെ ഈ കാര്യം മാത്രം പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരാം. സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഇസ് യു വാണ്ട്. അതായത് ഒരുപാട് സോഫ്റ്റ്വെയർ വീഡിയോ എഡിറ്റിംഗായിട്ട് അതായത് നമുക്ക് ലാപ്പിലെ പേസിൽ ഉപയോഗിക്കാൻ വേണ്ടി കുറേ സോഫ്റ്റ്വെയർ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റാണ് സോഫ്റ്റ്വെയർ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ എക്സും കാര്യം അതിൻ്റെ അൽഗോരിതം ജസ്റ്റ് ചെക്ക് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റാണോ സോഫ്റ്റ്വെയർ അത് ചൂസ് ചെയ്യാം. ഏതെങ്കിലും തെറ്റി പറ്റി അബദ്ധമാണ്. അതായത് ഞാൻ എല്ലാ സോഫ്റ്റ്വെയറും യൂസ് ചെയ്തു. എല്ലാ സോഫ്റ്റ്വെയർ പഠിക്കാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പഠിക്കേണ്ടത്. ഞാൻ എല്ലാ സോഫ്റ്റ്വെയറും എനിക്ക് ആപ്റ്റാണത് എനിക്ക് 15 ദിവസവും വായിക്കും. 15 ദിവസമാണ് എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻസ് അതായത് സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് അത് പെട്ടെന്ന് ക്വിക്കായിട്ട് പഠിക്കുക. ക്ലയന്റ് കണ്ടുപിടിക്കാനാണ് പരിപാടി. ക്ലയന്റ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സെല് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സെല് ചെയ്യാൻ പറ്റും. കുറച്ച് വെബ്സൈറ്റ് പറയാം. അപ്പോൾ ഏതൊരു വീഡിയോ എഡിറ്റിംഗ് സെർച്ച് ചെയ്യുന്നത് കുറേ ലിസ്റ്റ് കാണാം. അതായത് നമുക്ക് കുറേ ഉണ്ട്. കുറേ വീഡിയോ എഡിറ്റിംഗ് സംബന്ധിച്ച് നിങ്ങൾ അടിക്കാനായി ഗ്രാഫിക് ഡിസൈൻ കുറേ ലിസ്റ്റുകൾ ആണെങ്കിൽ ആ സ്കില്ല് പഠിക്കാനായിട്ട് വരുന്നവരും അതുപോലെ ഈ സ്കില്ല് സെല് ചെയ്യാനായിട്ട് വരുന്ന ആളുകളാണ്. ഈ കുറച്ച് അതിനകത്ത് ആളുകളുണ്ട്. അതായത് ഈ ഇൻഡക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടുതൽ ആപ്പിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ കൂടാൻ അതായത് യൂണിറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ ഒരാൾ മെസ്സേജ് ചെയ്യാൻ അതിനെ വിളിക്കാം. നിങ്ങൾ കമന്റിൽ പോയിട്ട് വീഡിയോ എഡിറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയ ശേഷം നിങ്ങൾക്ക് ഗെയിമായിട്ട് അവർ മെസ്സേജ് ചെയ്യാൻ അതായത് സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ സ്കില്ലുകൾ കാരണം പറഞ്ഞിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഡ്. അതായത് ഫൈബറിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഡിസ്കോഡാണ് ഇപ്പോൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം ചില ആളുകൾക്ക് അറിയാം. അതായത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മൊത്തം ജോയിൻ ചെയ്യാം. എനിക്ക് കുറച്ച് 2-3 ക്ലയൻസ് അങ്ങനെ കിട്ടിയത് പോർട്ട്ഫോളിയോ ബിൽഡ് ഞാൻ 2 വെബ്സൈറ്റ് പറയാം. ക്യാൻവ ഉണ്ട് അതുപോലെ വിക്സ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത ശേഷം ക്യാൻവന്റെ സംഭവം ഗൂഗിൾ കോം പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ക്യാൻവ ലിങ്ക് നിങ്ങൾക്ക് വേറെ ഓൺലൈൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ലിങ്ക് വയ്ക്കുന്നതാണ്. ഞാൻ ഇവിടെ ഇത്രയും കാലം സെർച്ച് ചെയ്ത് അതായത് നല്ലതെന്ന് തോന്നിയില്ലോ. നിങ്ങൾ പേരുമ്പോൾ മറ്റുള്ള സോഫ്റ്റ്വെയർ ഞാൻ ഡാവിഞ്ചി റിസോൾവിനാണ് ഇവിടെ അതിനാണ് ശ്രമിക്കുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ജസ്റ്റ് നോക്കി നോക്കാം. KC പാർട്ടിസാണ് ഫസ്റ്റ്. സെക്കൻഡ് ഇസ് എക്സ്ട്രാക്ട് അങ്ങനെ കുറച്ച് നല്ല നമ്മളെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡാഷാണ്. അതായത് ഡാഷാണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത ശേഷം ജസ്റ്റ് നോക്കി നോക്കാം. ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ചെക്ക് കൊടുക്കാം. വീഡിയോ എഡിറ്റിംഗ് ക്ലയൻസിനെ ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫ്രീ ആക്സ് വെബ്സൈറ്റ് ആക്സ് അവൈലബിൾ ആണ്. വീഡിയോ ആയിട്ട് കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. എക്സെൻസ് പിക്സാവേ അൺസ്പാഷ് അങ്ങനെ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഫ്രീ വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. വെച്ചാൽ ഫ്രീ ഉണ്ട്. ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾക്ക് റിലേറ്റഡ് ഏതൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ എക്സാമ്പിളിന്റെ കൂടെ നിങ്ങളിപ്പോൾ ഫ്രീ എന്നാണ് ചോദിച്ച ശേഷം കുറേ സംഭവങ്ങൾ നിങ്ങൾ കാണാം. എക്സാം എന്നുള്ള കുറേ അടിക്കടിക്ക് ഫ്രീ എന്നുള്ള സംഭവം കാണാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ജസ്റ്റ് നോക്കി അപ്ലോഡ് പഠിക്കും. ഫ്രീ ഫ്രീ നടത്തി നിങ്ങൾക്ക് ഗൂഗിളിന്റെ ഇഷ്ടമാണ്. പിന്നെ നമ്മളുള്ളത് യൂട്യൂബിൽ NCS കോപ്പറേറ്റ് ഇല്ലാത്ത സംഭവമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെറുപ്പം ഒന്നാക്കിയിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് പോയിന്റ്സ് മതി എനിക്ക് ഇതിലേക്ക് എത്തിക്കാൻ. ഈ വീഡിയോ എഡിറ്റിംഗ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട്